ചട്ടവിരുദ്ധമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിൽ പ്രതിപക്ഷ നേതാവ് രാഹുലിന് ലോക്സഭയിൽ ശക്തമായ മറുപടി നൽകി പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി കിരൺ റിജിജു. രാജ്യം ഇതുവരെ കണ്ട ഏറ്റവും കരുത്തനായ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. സഭയിൽ ചട്ടങ്ങൾ പാലിച്ച് സംസാരിക്കാൻ രാഹുൽ തയ്യാറാകണമെന്നും കിരൺ റിജിജു ആവശ്യപ്പെട്ടു. തന്നെയാണ് ഇപ്പോൾ മന്ത്രി കിരൺ റിജിജു ചൂണ്ടിക്കാട്ടുന്നത്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? വിഷ്ണു, ലോക്സഭയിൽ ബജറ്റുമായി ബന്ധപ്പെട്ട ചർച്ച നടക്കുമ്പോൾ ആ ബജറ്റിനെ കേന്ദ്രീകരിച്ച് ചർച്ചകൾ നടക്കുകയോ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന്റെ വാദങ്ങൾ ഉന്നയിക്കുകയോ ചെയ്യാതെ കേന്ദ്ര സർക്കാരിനെതിരെയും രാജ്യത്തിന്റെ നയങ്ങൾക്കെതിരെയും ചട്ടങ്ങൾക്ക് വിരുദ്ധമായി വലിയ ആരോപണങ്ങളാണ് രാഹുൽ ഉന്നയിക്കുന്നത്. നിരവധി തവണ ചെയറിലിരുന്ന ജഗദാംബിക പാൽ എംപിക്ക് രാഹുലിന്റെ പ്രസംഗത്തിൽ ഇടപെട്ടുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ്, ചട്ടങ്ങൾക്ക് വിരുദ്ധമായി സംസാരിക്കരുത്, ബജറ്റുമായി ബന്ധപ്പെട്ട ചർച്ചയാണ്, അതിലൂന്നിക്കൊണ്ട് സംസാരിക്കണം എന്ന് പറയുമ്പോൾ വ്യക്തിപരമായ പേരുകൾ എടുത്തുകൊണ്ട് ആളുകളെ ആക്ഷേപിച്ചുകൊണ്ടും പ്രധാനമന്ത്രിയെ ആക്ഷേപിച്ചുകൊണ്ടും നിലവിൽ ഭാരതത്തിന്റെ വ്യാപാര മേഖലയിലും ഉൽപാദന മേഖലയിലും വലിയ കരുത്താകുന്ന ഭാരതവും അമേരിക്കയും തമ്മിലുള്ള കരാർ, അതിൽ വാണിജ്യ വകുപ്പ് മന്ത്രി തന്നെ വ്യക്തമാക്കിയത് ഈ കരാർ ഭാരതത്തിന്റെ കർഷകരുൾപ്പെടെ എല്ലാ വിഭാഗത്തിന്റെയും നയങ്ങളും അവരുടെ താല്പര്യങ്ങളും സംരക്ഷിച്ചുകൊണ്ടാണ് കരാർ തയ്യാറാക്കിയതെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുമ്പോൾ രാഹുൽ ചൂണ്ടിക്കാണിക്കുന്നത് ഭാരതത്തെ അമേരിക്കയ്ക്ക് മുൻപിൽ അടിയറവ് വെച്ചു തുടങ്ങിയിട്ടുള്ള വാദങ്ങളും അടിസ്ഥാനരഹിതമായിട്ടുള്ള വാദങ്ങളും ചട്ടങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള സംസാരവുമാണ് രാഹുലിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. ഇതിന് ചെയറിലിരുന്ന ജഗദാംബിക പാൽ എം പി തന്നെ ഇടപെട്ടുകൊണ്ട് സംസാരിക്കുകയുണ്ടായി. കൂടാതെ അതിനുശേഷം സംസാരിച്ച പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി കിരൺ റിജിജുവും കൂടാതെ അനുരാഗ് സിംഗ് ഠാക്കൂർ എം പിയും രൂക്ഷമായ വിമർശനമാണ് രാഹുലിന് നേരെ നടത്തിയിട്ടുള്ളത്. പ്രതിപക്ഷ നേതാവ് എന്ന ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുമ്പോഴും സഭയുടെ ചട്ടങ്ങൾ പാലിക്കാതെയാണ് രാഹുൽ സഭയിൽ പെരുമാറുന്നതും സംസാരിക്കുന്നതും പ്രധാനമന്ത്രിക്കെതിരെ ചില ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നത് കണ്ടു. എന്നാൽ രാഹുൽ മനസ്സിലാക്കേണ്ടത് ഭാരതം കണ്ട ഏറ്റവും കരുത്തനായ ശക്തനായ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി എന്നുള്ളതാണ് കിരൺ റിജിജു ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. കൂടാതെ രാഹുലിന്റെ വാദങ്ങൾക്ക് അല്പസമയത്തിനകം കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരിയും മറുപടി നൽകും. അദ്ദേഹം മാധ്യമങ്ങളെ കാണും എന്ന് അറിയിച്ചിട്ടുണ്ട്. വിഷ്ണു. ശരി, ജിഷ്ണു ആണ് വിവരങ്ങൾ നൽകിയത്.